ഹലോ, ഗുഡ് ഈവനിങ്. ഒരു റൈഡ് കഴിഞ്ഞിട്ട് വന്നിരിക്കുകയാണ്. ഇപ്പോൾ സ്ഥലം ഫോർട്ട് കൊച്ചിയിലാണ്. ഇത് പരേഡ് ഗ്രൗണ്ടിൻ്റെ അടുത്ത് നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. നല്ല നല്ല ക്ലൈമറ്റാണ് ഇപ്പോൾ. റോഡും കുഴപ്പമില്ല, ഒരുവിധം നല്ല റോഡൊക്കെ തന്നെയാണ്. വിശക്കുന്നുണ്ട്, അത് കാരണം കുറച്ച് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇറങ്ങി. ഒന്ന് ഇവിടെ ചുറ്റി നോക്കണം. കുറേ നല്ല റെസ്റ്റോറൻ്റ് ഉണ്ട്, അപ്പോൾ അവിടെ കയറി ഭക്ഷണം കഴിക്കാനാണ് ഇപ്പോൾ പോകുന്നത്. അപ്പോൾ പിന്നെ പോരുകയല്ലേ, വേഗം. കുറേ കറങ്ങിയാണെന്നോ. ഇപ്പോൾ അവസാനം ഒരു റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ടുണ്ട്. അതിൻ്റെ മെനു പുറത്ത് തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് നോക്കാം. ഈ സൂത്ര എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് എന്താണെന്ന് അറിയാമോ? നമ്മളുടെ ഉള്ളിൽ കയറി ചോദിക്കാമല്ലേ. ഇതൊരു ഇന്ത്യൻ ആൻഡ് മെക്സിക്കൻ റെസ്റ്റോറൻ്റ് ആണെന്ന് തോന്നുന്നു. ഈ മെനു ഒക്കെ നമുക്കൊന്ന് ട്രൈ ചെയ്യാം. ഫോർട്ട് കൊച്ചിയിലെ വിശ്വവിഖ്യാതമായ വാസ്കോ ഡ ഗാമ ചർച്ചിൻ്റെ പിറകുവശമുള്ള റോസ് സ്ട്രീറ്റിലെ സൂത്ര എന്ന റെസ്റ്റോറൻറ്റിലേക്കാണ് ഞാൻ കയറുന്നത്. കേരള പാശ്ചാത്യ വാസ്തുശാസ്ത്ര മാതൃകയിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു കോർട്ട്യാർഡിലേക്കാണ് സൂത്ര തൻ്റെ അതിഥികളെ സ്വീകരിക്കുന്നത്. ഈ മനോഹരമായ റെസ്റ്റോറൻറ്റിൻ്റെ നടത്തിപ്പുകാരെയും ഇവിടുത്തെ പ്രധാന വിഭവങ്ങളെയും ഒക്കെ നമുക്ക് പരിചയപ്പെടണ്ടേ. ഹായ്, എൻ്റെ പേര് ജിജു രവീന്ദ്രനാഥ്. ഞാൻ തൃശ്ശൂരാണ് സ്വദേശം. 14 വർഷമായിട്ട് UK-യിലായിരുന്നു. അവിടെ ഷെഫായിട്ട് വർക്ക് ചെയ്യായിരുന്നു. എനിക്ക് 26-27 വർഷത്തോളം ഷെഫ് എക്സ്പീരിയൻസ് ഉണ്ട്. UK-യിലും മിഡിൽ ഈസ്റ്റിലും അതേമാതിരി ഇന്ത്യയിലും. ഞാനൊരു ടാജ് പ്രോഡക്റ്റാണ്. ടാജിൽ മാനേജ്മെൻറ്റ് ട്രെയിനി ആയിട്ട് ജോയിൻ ചെയ്തു. അവിടെ തന്നെ ഷെഫായിരുന്നു. അവസാനം UK-യിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ എൻ്റെ ഒരു ഡ്രീം പ്രോജക്റ്റായിരുന്നു ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങണം എന്നുള്ളത്. അങ്ങനെ ഐ എൻഡഡ് അപ്പ് ഇൻ ഫോർട്ട് കൊച്ചി. അവിടെയാണ് ഏറ്റവും കൂടുതൽ പൊട്ടൻഷ്യാലിറ്റി ഞാൻ കണ്ടിട്ടുള്ളത്. അവിടെ ഞങ്ങൾ അങ്ങനെ സൂത്ര എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റാർട്ട് ചെയ്തു. എൻ്റെ പാർട്ട്ണർ ഷീസ് ബ്രിട്ടീഷ്, നെയിം ഇമേജിൻ ലോട്ടറി. ആൻഡ് പുള്ളിക്കാരത്തിയും എൻ്റെ കൂടെ UK-യിൽ വർക്ക് ചെയ്തിരുന്നൊരു വ്യക്തിയാണ്. അതുകൊണ്ട് ഞങ്ങളുടെ ഒരു ഡ്രീം പ്രോജക്റ്റാണ് സ്റ്റാർട്ട് ചെയ്തത്. ഞങ്ങൾക്ക് നല്ല ഹൈപ്പ് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ആസ് ഇറ്റ് റീച്ചസ് ദ സീസൺ നമ്മൾ പുതിയൊരു മെനു ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതിലെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇവിടെ കാണുന്ന താലീസാണ്. അത് താലീസ് ഒരു ഡിഫറെൻറ്റ് സ്റ്റൈലിലാണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അതിനെ ഇപ്പോൾ വിളിക്കുന്നത് ടിഫിൻ താലീസ് എന്നാണ്. ടിഫിൻ താലീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ട് ഹോസ്പിറ്റലുകളിലും അതേമാതിരി സ്കൂളുകളിലും ഒക്കെ പോകുമ്പോൾ ടിഫിനിൽ ചോറും കറികളും കൊണ്ടുപോകും. അതിൻ്റെ വേറൊരു അവതരണം നമ്മൾ ആ സെയിം താലീസ് നമുക്ക് നമ്മളുടെ ടേബിളിൽ കിട്ടും വിത്ത് ഓൾ അക്കോമ്പനിമെൻറ്റ്സ്. റൈസ്, പിന്നെ ചപ്പാത്തി, ദാല്, ഒരു സബ്ജി, ഒരു വെജിറ്റബിള്, പിന്നെ ഏത് മെയിൻ കോഴ്സ് ആയിരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ഫിഷ് വേണമെങ്കിൽ ഫിഷ്, അല്ലെങ്കിൽ ചിക്കൻ വേണമെങ്കിൽ ചിക്കൻ, പനീർ വേണമെങ്കിൽ പനീർ. അതായിരിക്കും അതിൻ്റെ മെയിൻ ഡിഷ്. അതിൻ്റെ കൂടെ ഈ സൺട്രീസും കാണും. അത് എല്ലാം കൂടെ ഈവൻ 1 താലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 പേർക്ക് ഷെയർ ചെയ്യാൻ ഇനഫായിരിക്കും. നമ്മൾ ബിഗ് ഗിറ്റേഴ്സ് ആണെങ്കിൽ നാച്ചുറലി യു നീഡ് 1 താലി ഫോർ 1 പേഴ്സൺ. അതൊരു കംപ്ലീറ്റ് മീലായിട്ടാണ് ഞാൻ ഡിസ്ക്രൈബ് ചെയ്യണത്. ഓക്കെ, കാർബോഹൈഡ്രേറ്റ്സ് നമ്മൾ നാച്ചുറലി റൈസിൽ നിന്ന് കിട്ടും, അതായത് ചപ്പാത്തിയിൽ നിന്നും. അതേമാതിരി ദാല്, ന്യൂട്രീറ്റീവ് വാല്യൂ ദാലും വെജിറ്റബിൾസിൽ നിന്നും കിട്ടും. പിന്നെ പ്രോട്ടീൻസ് നാച്ചുറലി ചിക്കൻ താലി ആണെങ്കിൽ ചിക്കനിൽ നിന്ന് കിട്ടും. അതുകൊണ്ട് ഇറ്റ്സ് എ കംപ്ലീറ്റ് മീൽ എന്നാണ് ഞാൻ അവകാശപ്പെടുന്നത്. ഇറ്റ് ഈസ് നല്ല ട്രെൻഡാണ് ഇപ്പോൾ കിട്ടണത്. lot of people are buying it, especially the foreigners are really getting attracted with this.
ഇറ്റ്സ് വാല്യൂ ഫോർ മണി. മെക്സിക്കൻ സിസിലറിൽ വന്ന് ചിക്കൻ ബ്രസ്റ്റ്, ആ ഒരു ചിക്കൻ ബ്രസ്റ്റ് മാത്രമേ നമ്മൾ ഉപയോഗിക്കുള്ളൂ. ബോണായിട്ടുള്ള ഒരു ചിക്കനും നമ്മൾ ഉപയോഗിക്കുന്നില്ല. അത് നാച്ചുറലി നമ്മുടെ ലോക്കലി സ്പൈസസും മെക്സിക്കൻ മാരിനേഷനും ഉപയോഗിച്ചിട്ട് മാരിനേറ്റ് ചെയ്ത് ഗ്രില്ല് ചെയ്ത് അത് സെർവ് ചെയ്യണത് സിസിലർ പ്ലേറ്റ്സിലാണ്. സിസിലർ പ്ലേറ്റ് നല്ല ഹോട്ടായിരിക്കും, അത് സിസിൽ ചെയ്യിക്കുകയും ചെയ്യും. സോ നാച്ചുറലി അത് സെർവ് ചെയ്യണത് കുറേ അക്കോമ്പനിമെന്റ്സ് അതിൻ്റെ കൂടെ വരും. അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ പിക്കാരിഗാലോ, അലപ്പിനോ പെപ്പേഴ്സ്, സോർ ക്രീം, സൽസ ആൻഡ് ചീസ്, ഇത്രയും സാധനങ്ങൾ ഒരു റാപ്പിൽ അതിൻ്റെ കൂടെ സെർവ് ചെയ്യുന്നുണ്ടാവും. റാപ്പിൽ റോൾ ചെയ്തിട്ടാണ് നമ്മൾ സിസിലർ കഴിക്കുന്നത്. സൂപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സൂപ്പ് വളരെ ലൈറ്റ് വേർഷനാണ്. ആക്ച്വലി അതൊരു ചിക്കൻ ബ്രോത്ത്, 2 ഓപ്ഷനാണുള്ളത്, ചിക്കൻ ബ്രോത്ത് അല്ലെങ്കിൽ വെജിറ്റബിൾ ബ്രോത്ത്. അതിൽ ചിക്കനിങ് ഏജന്റ് ഒന്നുമില്ല, അതുകൊണ്ട് വളരെ ഹെൽത്തിയാണ്. ഈവൻ ചിക്കൻ ബ്രോത്തിലെ മെയിൻ ഇൻഗ്രീഡിയൻസ് ചിക്കനും വെജിറ്റബിളും കുറച്ച് മിക്സ് ബീൻസും, അത് ആദ്യം തന്നെ നമ്മൾ പ്ലേറ്റിൽ ലേ ചെയ്തതിന് ശേഷം നമ്മൾ ഉപ്പ് കൊണ്ടുവന്ന് പോർ ചെയ്യാണ് ചെയ്യാറ്. ഫുഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്കൊരു പാഷനാണ് ഫുഡ്. എന്താണെന്ന് വെച്ചാൽ ക്രിയേറ്റിവിറ്റി, അതാണ് ഫുഡ് ഓൾ അബൌട്ട്. ദ റിയൽ ഷെഫ് ഇസ് എ ആർട്ടിസ്റ്റ്, ദാറ്റ്സ് വാട്ട് ഐ തിങ്ക്. അപ്പോൾ അങ്ങനെ തുടങ്ങിയൊരു പ്രോജക്റ്റാണിത്. ഞാനിവിടെ വന്ന് പലയിടത്തും കോർപ്പറേറ്റ് ഷെഫായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ മോർ എനർജി, ഞാൻ ഹാർട്ടിൽ നിന്ന് ഉരുത്തിരിഞ്ഞിട്ടുള്ള ഒരു സംഭവമാണ് സൂത്ര. അത് ഇതുവരെ നിങ്ങളെല്ലാവരും നല്ലൊരു അഭിപ്രായവും സഹകരണവും തന്നിട്ടുണ്ട്. ഇനി ഫർദർ അത് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. നല്ല ഫുഡായിരുന്നു. വളരെ ശാന്തമായ അറ്റ്മോസ്ഫിയർ ഉള്ളിൽ. ഞാൻ റിയലി എൻജോയ് ചെയ്തു. ഫേസ്ബുക്കിലെ ഈ കൊച്ചി ഈറ്റ് പോലെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ നിങ്ങളുണ്ടെങ്കിൽ സൂത്രയെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാമായിരിക്കും. സൂത്ര ഈസ് ഓപ്പൺ ഫോർ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ആൻഡ് ഡിന്നർ. അപ്പോൾ നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്യണം.